ഹായ്. അപ്പൊ നമുക്ക് ഇന്നൊരു മീൻകറി വെക്കാം. അപ്പൊ വെക്കാം. ആദ്യം നമ്മൾ ഗ്യാസ് കത്തിക്കും. ഗ്യാസ് കത്തിച്ച് അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂണ് എണ്ണ. ഇതൊരു തവിയാണ്. തവിയിൽ 2.5 തവി എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 2.5 ടീസ്പൂണ്, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, പുളി. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് നല്ലോണം വാടിക്കിട്ടോ പോകുന്നു. വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ചെയ്തിടുന്നത് മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 2.5 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഇത്ര സാധനങ്ങളാണ് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് പൊടി ഇങ്ങോട്ട് ഇടിയണേ. അപ്പൊ നമ്മൾ എന്ത് മീനാണ് കറി വെക്കണം എന്നറിയണ്ടേ? നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത് കരിമീനാണ്. കരിമീൻ അത്ര വലുതൊന്നും അല്ല കേട്ടാ, ചെറുതാണ്. അപ്പൊ മീൻ ഇതാണ് എന്ന് വെച്ചാ ഇത്രയൊക്കെ വലിപ്പമുള്ളു കേട്ടാ, ഇത്രേ വലിപ്പമുള്ളു കരിമീൻ. ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് വാടിക്കഴിയുമ്പോ അതിനൊക്കെ ഇടാം. നമ്മള് ജസ്റ്റ് ഒന്ന് വാട്ടിയാണ്, ഒരുപാട് വാട്ടി അങ്ങോട്ട് ഇതാക്കണമെന്നില്ല. അപ്പൊ നമുക്ക് 1 മുറി തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ പാല്, അതിന്റെ സെക്കൻഡ് പാലാണിത്. പാലാണ് ഒഴിച്ചു കൊടുക്കണം. അപ്പം അരപ്പൊന്നും തിളച്ച് വരണ്ട. അരപ്പൊന്നും തിളച്ച് വരണ്ട. നമ്മൾ മീനിടാൻ പോയി കേട്ടോ. ഇത് കണ്ട മുട്ട, കണ്ട മുട്ടയുള്ള കരിമീൻ. അത്യാവശ്യം ഒത്തിരി വലുതല്ലെങ്കിൽ അത്യാവശ്യം വലിയ മീനാണ്. ഒരു മീഡിയം സൈസ്. അപ്പൊ നമുക്ക് തിളച്ച് കഴിഞ്ഞിട്ടേ നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ നമുക്ക് ഉപ്പിടാൻ പറ്റുള്ളൂ.
ഇതൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ലാസ്റ്റ് അല്ല ഒഴിക്കണേ, കൂടെ തന്നെ നമ്മൾ ഫസ്റ്റ് പാല് ഒഴിച്ചു കൊടുക്കുക. പാലും കൂടി ഒഴിച്ച് ഇനി തിളച്ചു കുറുകി വരണം. നമുക്ക് കറിയൊക്കെ പറ്റി കുറുകി വരുന്ന സമയത്ത് ഞാനൊരു സൂത്രം കാണിച്ചിട്ടെ, മാങ്ങാ സീസൺ ആയിരുന്നപ്പോഴത്തേക്ക് ഞാനുണ്ടല്ല ഒരു മാങ്ങ ഉപ്പിലിട്ട് വെച്ചായിരുന്നു. അപ്പൊ നമുക്കത് കണ്ട ഇതിനകത്ത് മുളകുണ്ട്, മുളകും മാങ്ങയൊക്കെ കൂടി ഞാൻ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചേക്കായിരുന്നു. അപ്പൊ നമുക്ക് അതൊരു പീസ് കഴിച്ച് നോക്കിയാലോ. നല്ല ഉപ്പുണ്ട്. ഉപ്പ് മാത്രമല്ല ഇച്ചിരി എരിവും കൂടിയുണ്ട്, മുളകിട്ട് വെച്ച കാരണം. നല്ല ടേസ്റ്റ്. ഇത് നമുക്ക് ഈ മാങ്ങ എടുത്തിട്ട് ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളകും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചൊന്ന് തിരുമ്മി എടുത്തിട്ട് നല്ല ചൂട് ചോറിന്റെ കൂടെ കുഴച്ചൊന്ന് തിന്നപ്പോ ഒരു രക്ഷയില്ല മക്കളെ. വെറുതെ നമ്മൾ ഇങ്ങനെ തിന്നിട്ടിരുന്ന നമുക്ക് ഓരോ കഷ്ണം നമ്മൾ തിന്ന് ഇത് ഫുള്ളും തീർക്കും നമ്മ. കറിയൊക്കെ ഒന്ന് തിളച്ച് കുറുകി വരാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കറി ഒന്ന് ചുറ്റിച്ച് വെക്കണ്ടേ. ഒന്ന് ചുറ്റിച്ച് വെച്ചാലോ. ഈ കരിമീനായ കാരണം ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് മീന് നമ്മൾ തവിയൊക്കെ ഇട്ട് ഇങ്ങനെ വെക്കാൻ ഒന്നും ഇതാക്കി വെക്കാൻ കേട്ടല്ലോ, പെട്ടെന്ന് ഉടഞ്ഞു പോകും മീന്. അപ്പൊ നമുക്കിങ്ങനെ ചുറ്റിച്ചേ വെക്കാൻ പറ്റുള്ളൂ. ചുറ്റിച്ച് വെച്ചെന്നാ മീനിൽ തൊടുന്നില്ല, കറി ഒന്ന് ഇളകി ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലോണം കുറുകി കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ തവി ഇടുമ്പോഴത്തേക്ക് ഈ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി ഉപ്പ് നോക്കാം. ഈ ഒരു സമയത്ത് ഉപ്പിട്ടില്ലേ പിന്നെ ലാസ്റ്റ് ഇടാൻ പറ്റത്തില്ല. ഉപ്പിടേണ്ട കാര്യമില്ല, കറക്റ്റ് ആണ്. അപ്പൊ നമ്മളിത് വേപ്പില കടയിൽ നിന്ന് മേടിച്ചിട്ട് പോയിട്ട് നമ്മൾ കഴുകി ഉതിർത്ത് വെച്ചേക്കാണ് വേപ്പില ഇതിനകത്ത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാം. അതിനുവേണ്ടി നമ്മൾ കഴുകി വെച്ചേക്കണം വേപ്പിലയാണ്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഇച്ചിരി വേപ്പില അങ്ങോട്ടിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഓക്കെ, കരിമീൻ കറി. ഇപ്പൊ നമ്മള് കറിയൊക്കെ പറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കറി തീ ഓഫ് ചെയ്യാണ്. ഈ റെസിപ്പിയിൽ നിങ്ങൾ കറി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ.